2018 പ്രളയത്തിൽ വീട് നഷ്ടമായ 15 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിൽ. കണ്ണൂർ കിളിയന്തറയിൽ റവന്യൂ വകുപ്പ് വാങ്ങിയ ഭൂമിയിൽ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് ഭൂമി വിണ്ടുകീറി അപകടാവസ്ഥയിലായത്. 3 തട്ടുകളായി നിർമ്മിച്ച വീടുകളിൽ ആശങ്കയോടെയാണ് 12 കുടുംബങ്ങൾ താമസിക്കുന്നത്. താഴെയുള്ളതും പോവും, മേലെയുള്ളതും എല്ലാം പോവും. ഞാനവിടെ കിടക്കുന്നത്. ഇവിടുന്ന് എങ്ങോടെ മാറേണ്ട മോനെ? ഈ സാധനം എല്ലാം വാരി കെട്ടി പോകണ്ടേ? എവിടെയെങ്കിലും വാടകയ്ക്ക് സ്ഥലം ഉണ്ടെങ്കിലല്ലേ പോവുള്ളൂ. അത് കണ്ടില്ല, എൻ്റെ വീടിൻ്റെ അവിടെയാണ് തള്ളിയാക്കുന്നത്. പടച്ചവൻ വെച്ച മാതിരി വരും. എനിക്ക് അത്ര വരും, എന്തേ ഉള്ളൂ. 2018 വൻ പ്രളയത്തിൽ ഇരിട്ടിക്കടുത്തുള്ള കൂട്ടുപുഴ വളവുപാറയിൽ താമസിച്ചിരുന്ന 15ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീടുൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നാട്ടുകാരെ മാറ്റി താമസിക്കുന്ന നടപടികൾ തുടങ്ങിയത്. പക്ഷേ അവർക്ക് നൽകിയ വീടുകൾ 15 വീടുകൾ നിർമ്മിച്ച് നൽകിയ പ്രദേശത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഭൂമി വലിയ രീതിയിൽ വിണ്ടുകീറുന്നു. തട്ടുകളായിട്ട് ഈ വീടുകൾ നിർമ്മിച്ച് നൽകിയ സ്ഥലത്ത് പലയിടത്തും റീറ്റൈനിങ് വാളുകൾ തള്ളി മാറി തൊട്ട് താഴെയുള്ള നിരയിലെ വീടുകൾക്ക് മുകളിലേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ വീട് ലഭിച്ച ആളുകളോട് തന്നെ ചോദിക്കാം. 2018 നിങ്ങളുടെ വീട് പോകുന്നത് അല്ലേ? പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നത്? ഇവിടത്തേക്ക് എത്തുന്നത് ഇവർ ഈ പുതിയ വീട് എടുത്ത് തന്നതിന്റെ ശേഷം 2ാമത്തെ വർഷമാണ് ഇത് ഞങ്ങളിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. 2 വർഷം പൂർത്തീകരിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ഈ അപകടം സംഭവിച്ചു. ഈ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി പോകുക എന്നല്ലാണ്ട് ഞങ്ങളെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. 75 വർഷം ഒന്നും ആവൂല എന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് സ്വപ്നം കാണാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത വീടാണ്. നമ്മൾ അത് ശരിയാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ തന്നെ ഇത്ര പെർഫെക്റ്റ് ചെയ്യൂല. നമ്മൾ സ്ഥലം എടുത്തോടത്താണ് പിഴവ് പറ്റിയത്. പക്ഷേ ഈ കെട്ട് ഇങ്ങോട്ട് ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നില്ല. ഇത് ഇങ്ങോട്ട് വീണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേര് നമ്മൾ ഈ 5 വീടും പോവും. ഇതിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഇത് അങ്ങോട്ട് തള്ളും. നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ നിലപാടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ബാക്കിയുള്ളവർ വന്നു വരുമ്പോൾ പറയുന്നത് ഒരു കുഴപ്പമില്ല, ഈ മതിലൊന്ന് തെന്നി മാറിയതേ ഉള്ളൂ, മണ്ണിരുന്നതാണ്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നത്. അത്രയും നല്ല കണ്ടീഷനിൽ എടുത്ത കെട്ടുകളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നേരെ നമുക്കറിയാം. പാലം വാർത്ത പോലെ ഈ റോഡിന്റെ വരെ പണിയെടുത്തിട്ടുള്ള നമ്മളിവിടെ ഓരോ പണിയുടെ ടൈമിലും വന്ന് കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് നല്ലതായ ഒരു സ്ഥലം മേടിച്ചില്ല എന്നുള്ളതാണ്. ഈ കുന്നും മണ്ട ഇടിച്ചിട്ട് ഈ 1 ഏക്കർ സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് ഈ വീട് വെച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എന്താ പറഞ്ഞാൽ നല്ല സ്ഥലം ഈ പൈസ മുടക്കുവാണെങ്കിൽ 6,25,00,000 രൂപയെന്ന് പറഞ്ഞാൽ 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 15 വീടെടുക്കാൻ നല്ല സ്ഥലം കിട്ടൂലായിരുന്നു. അത് ഇവരെ മേടിച്ചിട്ടില്ല. അതേ ഉള്ളൂ നമുക്കൊരു ഇത്. 2018 വലിയ വെള്ളപ്പൊക്കത്തിൽ ഇവരുടെ വീടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് റവന്യൂ വകുപ്പ് ഇവിടെ 1 ഏക്കർ സ്ഥലം അവർക്കായി വാങ്ങിച്ചു. ആ റവന്യൂ വകുപ്പ് വാങ്ങിച്ച സ്ഥലത്ത് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ടീമാണ് ഇവർക്ക് അവരുടെ CSR ഫണ്ടിൽ നിന്ന് ഈ 15 വീടുകൾ നിർമ്മിച്ചത്. 15 വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് 15 വീട്ടുകാരാണെന്ന് വെള്ളപ്പൊക്കത്തിൽ അവരുടെ വീടുകൾ പോയത്. ആ 15 വീട്ടുകാരെയാണ് ഇവിടെ പാർപ്പിച്ചത്. വീടുകളൊക്കെ അന്നേരമൊക്കെ കാണും നല്ല ഭംഗിയിലും സ്ട്രോങ്ങിലും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് 3 ലെയറായിട്ടാണ് ഇവിടെ വീടുകൾ തീർത്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് ഇപ്പം കാര്യമായ വിള്ളലുണ്ടായിരിക്കുന്നത്. ആ വിള്ളലിൻ്റെ ഭാഗമായിട്ട് 2ാമത്തെ ലെയറിൻ്റെ കോൺക്രീറ്റ് വാളിന് തള്ളൽ വന്നിരിക്കുകയാണ്. ഈ തള്ളൽ വന്ന 2ാമത്തെ ലെയർ വാള് 1ാമത്തെ ലെയർ വാള് 2ാമത്തെ ലെയറിൽ വീടുകളിലേക്ക് മറിഞ്ഞു വീണാൽ അതിഗുരുതരമായ വിഷയങ്ങൾ, ജീവഹാനി ഉൾപ്പെടെ ഈ പാവപ്പെട്ട ജനത്തിനുണ്ടാവും. എന്തായാലും ഇവർക്ക് ഇവിടെ ഇനി അങ്ങോട്ട് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതിയിൽ എന്തായാലും താമസിക്കാൻ പറ്റില്ല. എത്ര കാലമാണ് ഈ ഭീഷണി കൊണ്ട് താമസിക്കുക? ഏതായാലും വലിയ ഭീഷണിയിൽ തന്നെയാണ് ഈ പറയുന്ന വീട്ടുകാർ ഇനി ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിൽക്കേണ്ടത്. എന്തായാലും അങ്ങനെ മനുഷ്യജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യരെ ഇവിടെ താമസിപ്പിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ലാത്ത കാര്യം തന്നെയാണ്. നടപടികൾ വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.